നമസ്കാരം സുഹൃത്തുക്കളെ, ലോൺലി റോഡ് സ്കാൻഡിനേവിയയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ക്രൊയേഷ്യൻ ട്രിപ്പിലാണല്ലോ. ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്നത് പ്ലിറ്റ്വൈസ് നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. നമ്മൾ ഡുബ്രൂവിനിക്കിലേക്ക് പോയില്ലേ സ്പ്ലിറ്റിൽ നിന്ന്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്ലിറ്റ്വൈസ് നാഷണൽ പാർക്ക് കിടക്കുന്നത്. അതിന് ഏറ്റവും അടുത്തുള്ള നഗരം എന്ന് പറയുന്നത് സദാർ ആണ് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് ട്രെയിൻ ഇല്ല, ബസ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു 265 സ്ക്വയർ മീറ്റർ ഉള്ള ക്രൊയേഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് കേട്ടോ, സെൻട്രൽ ക്രൊയേഷ്യയിലെ. ഇനി ഇവിടെ 16 ടെറസ്ഡ് ലേക്കാണുള്ളത്. വാട്ടർഫോൾസ് ആണ് അതിനെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർഫോൾസ് ജോയിൻ ചെയ്തിരിക്കുന്ന 16 ടെറസ്ഡ് ലേക്ക്, പല കളറിലുള്ളത്. ജേഡ് കളറിൽ ലൈംസ്റ്റോൺ കാനിയോൺസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജേഡ് കളർ തൊട്ട് ബ്ലൂ, ഗ്രീൻ, അക്വാമറൈൻ, ടർക്കോയ്സ്, അങ്ങനെ പല കളറിലുള്ള 16 ലേക്സ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമാണ് പ്ലിറ്റ്വൈസ് വാട്ടർഫോൾസ്, ക്രൊയേഷ്യ. ഇപ്പോൾ ലോകത്തിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പ്ലിറ്റ്വൈസ് വാട്ടർഫോൾ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലുള്ള സംഭവങ്ങളാണ്. ഇവിടെ നമുക്ക് വരാനായിട്ട് സ്പ്ലിറ്റിൽ നിന്ന് നമ്മൾ ഫ്ലെക്സ് ബസ്സിനാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൈക്കിംഗ് ട്രയൽസ് സെലക്ട് ചെയ്യാം. എ തൊട്ട് കെ വരെയുള്ള ഹൈക്കിംഗ് ട്രയൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സമയവും നമുക്ക് നടക്കാനുള്ള ഹൈക്കിങ്ങിനുള്ള ഒരു കഴിവ് അനുസരിച്ച് നമുക്ക് ട്രയൽ സെലക്ട് ചെയ്യാം. അപ്പർ പാർട്ടും ലോവർ പാർട്ടും ആണുള്ളത്. അപ്പർ പാർട്ടിലും ലേക്സും വാട്ടർഫോൾസും ഉണ്ട്, ലോവർ പാർട്ടിലും ഉണ്ട്. ലോവർ പാർട്ടിലാണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള പ്ലിറ്റ്വൈസിൻ്റെ ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള വാട്ടർഫോൾ ഉള്ളത് ലോവറിലാണ്. അപ്പോൾ ഞങ്ങളുടെ ടൈം അനുസരിച്ച് ഞങ്ങൾ ബി എന്ന് പറയുന്ന ഒരു ഹൈക്കിംഗ് ട്രയലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ലോവർ പാർട്ട് കവർ ചെയ്യുന്ന ഒരു ഹൈക്കിംഗ് ട്രയലാണത്. ഏറ്റവും വലുത് കെ ആണ്, 18 കിലോമീറ്റർ മറ്റോ ഉണ്ട്. ഇത് അത്രയില്ല, ഓൾമോസ്റ്റ് 4 മണിക്കൂർ 5 മണിക്കൂർ എടുക്കുന്ന ഒരു ട്രയലാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിമനോഹരമായ പല കളറിലുള്ള ഈ ലേക്സിൻ്റെ ഇടയിലൂടെ മരം കൊണ്ട് പണിഞ്ഞിരിക്കുന്ന ട്രയൽസ് ഉണ്ട്. ഈ ട്രയൽസ് കൂടെയുള്ള ഹൈക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് ട്രയൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ 2 പാർട്ടും കൂടെ ഉള്ളതാണ് കെ എന്ന് പറയുന്നത്, അപ്പർ പാർട്ടും ലോവർ പാർട്ടും. ഞങ്ങൾ ലോവർ പാർട്ടിലുള്ളതാണ് ഇത് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് കാണേണ്ടത് ജയൻറ്റ് വാട്ടർഫോൾ അഥവാ വെല്ലിക്കി വാട്ടർഫോൾ ആണ് ആദ്യമായിട്ട്. ഇതിൻ്റെ ഈ സൈഡിലും ആ സൈഡിലുമായിട്ട് 2 വെള്ളച്ചാട്ടമുണ്ട്. ഇതാണ് ബിഗ് വാട്ടർഫോൾ അഥവാ ക്രൊയേഷ്യൻ ഭാഷയിൽ വെല്ലക്കി സ്ലാവ്. ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് അറിയില്ല കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള വാട്ടർഫോൾസ് ആണ് കേട്ടോ ഈ ടെറസ്ഡ് ലേക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അതിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണ് ഇത് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം 1 മില്യൺ വിസിറ്റേഴ്സാണ് കേട്ടോ ഈ നാഷണൽ പാർക്ക് കാണാൻ വന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ് പ്ലിറ്റ്വൈസ് നാഷണൽ പാർക്ക്. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സെൻറ്ററും കൂടെയാണ് കേട്ടോ. ഇനി ഈ കാണുന്ന വെള്ളത്തിലൊന്നും സ്വിമ്മിങ് അലൗഡ് അല്ല കേട്ടോ. കുറച്ച് നാൾ മുമ്പ് കൂടെ ഒരാളവിടെ വീണ് മരിക്കുകയുണ്ടായി. നല്ല ആഴമുള്ള 70 മീറ്റർ വരെ ആഴമുള്ള തടാകങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് സ്വിമ്മിങ് അലൗഡ് അല്ല.
ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. ലൈം സ്റ്റോൺ തൊട്ട് ആൽഗകൾ വരെ ഇതിനൊരു കാരണമാണ്. ഇങ്ങോട്ട് വരാൻ നമുക്ക് ട്രെയിൻ കിട്ടില്ല കേട്ടോ, അത് പ്രത്യേക ഓർമ്മ വേണം. ഇങ്ങോട്ട് വരാനായിട്ട് ബസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലിക്സ് ബസ് യൂസ് ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ റെൻ്റേ കാർ എടുക്കണം. ഇവിടെ നമുക്ക് 2 എൻട്രൻസ് ആണുള്ളത്. എപ്പോഴും എൻട്രൻസ് 1ലാണ് വരേണ്ടത്, കാരണം അവിടെ നിന്നാണ് ഈ ഹൈക്കിംഗ് ട്രയൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹൈക്കിംഗ് ട്രയലിൻ്റെ ഇടയിൽ ഒരു ബോട്ട് റൈഡ് ഉണ്ട് കേട്ടോ. കൂടാതെ അവിടെ ഒരു ചെറിയൊരു പനോരമിക് ട്രെയിൻ കൂടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, നടക്കാൻ പറ്റാത്തവർക്ക് അതിൽ കയറിയാലും കുറച്ച് ദൂരം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പോസ് ചെയ്ത് ശിവം എടുത്തില്ലെങ്കിലും വീഡിയോ എടുത്ത് ഞാൻ എടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്ലിക്സ് ബസ്സിലാണ് വരുന്നതെങ്കിൽ സ്പ്ലിറ്റിൽ നിന്ന് രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഫ്ലിക്സ് ബസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഒരു 9 മണിക്ക് മുമ്പ് ഇവിടെ എത്തും. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈക്കിംഗ് ട്രയലൊക്കെ എടുക്കാം. വൈകുന്നേരം 4:30ക്കും തിരിച്ച് 7 മണിക്കും തിരിച്ച് സ്പ്ലിറ്റിലേക്ക് ഫ്ലിക്സ് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതാ സൗകര്യം എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അധികം കോസ്റ്റ്ലിയും അല്ലാതെ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്പ്ലിറ്റ് വൈസ് സീസൺ അനുസരിച്ച് ചാർജ് മാറും കേട്ടോ. നമ്മൾ ഷോൾഡർ സീസൺസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 23 യൂറോ തൊട്ട് 26 യൂറോ വരെ ആകുന്നത് സീസണിൽ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ 40 യൂറോ വരെ, 40 തൊട്ട് 44 യൂറോ വരെ ആവും കേട്ടോ കോസ്റ്റ്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഞങ്ങളിതായത് ഒക്ടോബറിലാണ് പോയത്. ഇതാ നല്ല വെയിലുണ്ടായിരുന്നു, തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും വീഡിയോ എടുത്ത് കളിക്കുന്നു. എവിടെ ഈ ബോട്ടിൽ കയറാല്ലേ? പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് ഉണ്ടോന്ന് അറിയില്ല. ഈ ട്രയൽസ് എല്ലാം സേഫാണ്, പക്ഷെ നമ്മൾ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ വീണ് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഇതെല്ലാം ചേരുന്നത് കൊറാന എന്ന് പറയുന്ന ഒരു റിവറിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ ഗ്രാമം കൂടെ ഉണ്ട്. നമുക്ക് സമയമുണ്ട് എങ്കിൽ നമ്മൾ റെൻ്റേ കാറൊക്കെ എടുത്താണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഗ്രാമം കൂടെ വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും.
അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് വൈസ് എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. നമ്മൾ ട്രയലെല്ലാം പൂർത്തിയാക്കി ഭക്ഷണം കഴിച്ചു തിരിച്ച് വന്നു. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് 2-ലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. 2 എൻട്രൻസ് ഉണ്ട്. നമ്മൾ ഇറങ്ങിയത് എൻട്രൻസ് 1-ലാണ്, ഇപ്പോൾ കയറി പോകുന്നത് എൻട്രൻസ് 2-ലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫ്ലിക്സ് ബസ് ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.